ടർബോ. അങ്ങനെ മിഥുൻ മാനുവൽ തോമസിന്റെ രചനയിൽ മമ്മൂട്ടി സ്റ്റാറായിട്ട് വരുന്ന പടം മാസ പടം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അതിന്റെ ട്രെയിലർ ആയാലും അതായത് അതിന്റെ ഇന്റർവ്യൂസ് ഒക്കെ എല്ലാം നമ്മൾ കണ്ടേക്കണതാണ്. അപ്പോൾ മാസ പ്രതീക്ഷിച്ച് തന്നെയാണ് തിയേറ്ററിലേക്ക് ഇന്ന് വന്നത്. രാവിലെ 9 മണിക്ക് ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ എൻ്റെ പേഴ്സണലായിട്ട് തോന്നിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പം മാസ പടം എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നല്ല ഇടിയും തല്ല്, ഡയലോഗ്സ്, പഞ്ച്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. അപ്പോൾ ഈ ഒരു പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടം തുടങ്ങുന്നതിന് എന്താ പറയുക ഒരു പെരുന്നാൾ അല്ലെങ്കിൽ എന്താ പറയുക പള്ളിപ്പെരുന്നാളിലൊക്കെ ആണ് സ്റ്റാർട്ട് ചെയ്യണം. സ്വാഭാവികമായിട്ട് നമ്മൾ മലയാളികൾ കണ്ടക്കണ മാസപ്പടങ്ങളൊക്കെ ഒന്നുമില്ല അമ്പലത്തിൽ ഉത്സവമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തല്ല് സ്ഥലങ്ങളായിരിക്കും, അല്ലെങ്കിൽ പെരുന്നാളൊക്കെ ആയിരിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ കാണാറ്. അപ്പോൾ ഒട്ടും വ്യത്യാസമല്ലാതെ അങ്ങനെ തന്നെയാണ് പടം തുടങ്ങിയേക്കണം. അവിടെ ഒരു തല്ല് പ്രതീക്ഷിച്ചിരിക്കുന്നു, തല്ല് നടക്കുന്നില്ല, തല്ല് മാറിപ്പോകുന്നു. പക്ഷേ തല്ല് കറങ്ങി തിരിഞ്ഞൊക്കെ തല്ല് നടക്കുന്നു. ഇവിടെയാണ് പടം സ്റ്റാർട്ട് ചെയ്യണം. മമ്മൂട്ടി ഒരു ടർബോ ജോസായിട്ട് വരുന്നു. എന്താ പറയുക നാട്ടിലൊരു പ്രമാണിയാണ്. ഒരു ജീപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നു. തല്ലാണ് മെയിൻ ഇത്. എവിടെ പോയാലും പുള്ളി തല്ലും കൊണ്ടൊക്കെ വരാറുള്ളൂ. നമ്മുടെ ബിന്ദു പണിക്കരാണ് അമ്മയായിട്ട് വരുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും കുറച്ച് കൂട്ടാളികളുണ്ടാവും. അങ്ങനെ നമ്മൾ ശബരീഷും അങ്ങനെ 1-2 ആൾക്കാരൊക്കെ കൂടെ ഉണ്ട്. അങ്ങനെ പ്രത്യേക സാഹചര്യത്തിൽ പുള്ളിക്ക് നാട് വിടേണ്ടി വരുന്നു. ചെന്നൈയിലേക്ക് പോകുന്നു. പിന്നെ ചെറിയ സംഭവം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പോയിലറായി പോകും. അപ്പോൾ അത് പുള്ളി ചെന്നൈയിലേക്ക് പോകുന്നു. അവിടെ പോയിട്ട് പിന്നെ അവിടെയാണ് അടുത്ത അടി. അവിടെയാണ് രാജ്ബി ഷെട്ടിയുടെ എൻട്രി വരുന്നത്. അങ്ങനെ ഒരു പടം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടുത്തേക്കണ കുറേ ക്ലീശേ സാധനങ്ങളൊക്കെ നമ്മൾ ഈ പടത്തിനകത്ത് കാണും. കാരണം ഒരുപാട് നമ്മൾ DJ പടങ്ങളിലായിട്ടും സൂര്യയുടെ പടങ്ങളിലൊക്കെ ആയിട്ട് കണ്ടുപിടുത്തേക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ പടത്തിനകത്ത് മെയിനായിട്ട്. എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നിച്ചാൽ നമ്മൾ ഒരുപാട് പടങ്ങൾ ഉണ്ടാക്കുന്ന ഏകദേശം സെയിം സാധനം ഇങ്ങനെ വരച്ച് വെച്ചേക്കണ പോലെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങളെല്ലാവരും പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. പടത്തിനെ കുറിച്ച് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയേക്കണ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫൈറ്റ് ഉണ്ട്. പിന്നെ ക്യാമറ വർക്കാണ് ഫൈറ്റ് സമയത്ത് വരുന്ന ക്യാമറ ദി ബെസ്റ്റ് എന്ന് പറയാം. അത് വിട്ടിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു സംഭവം നമുക്ക് ഈ പടത്തിനകത്ത് കാണാനില്ല. അത് എൻ്റെ പേഴ്സണൽ ഞാനിങ്ങനെ കുറേ പടങ്ങൾ കാണുന്നതുകൊണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടാണെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ സംഭവം അതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു തൃപ്തി എനിക്ക് പേഴ്സണലായിട്ട് കിട്ടിയിട്ടില്ല. എൻ്റെ ആയാലും ഫൈറ്റ് മാത്രമാണ് പടത്തിനകത്ത് നമുക്ക് എടുത്തു പറയാനുള്ളൂ. വേറെ ഒന്നും കാര്യമായിട്ടൊന്നും നമുക്ക് എനിക്കങ്ങനെ തോന്നിയില്ല. അതെന്താണെന്ന് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ. നിങ്ങളതെല്ലാം പടം കാണാം. പടം എന്ന പോലെ ഫൈറ്റിൽ വരുന്ന ക്യാമറയും സ്റ്റണ്ടും കാണാനായിട്ട് പടത്തിന് ടിക്കറ്റ് എടുക്കാം. പിന്നെ മമ്മൂട്ടി കുഴപ്പമില്ലാത്ത ആക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. യെസ്, ഇത്രയൊക്കെയാണ്. പിന്നെ സുനിൽ, അങ്ങനെ കുറച്ച് വില്ലന്മാരുണ്ട്. സുനിലുണ്ട്, പിന്നെ ഒരു ഹിന്ദി നടൻ, എനിക്ക് മനസ്സിലായില്ല. ഫസ്റ്റ് തന്നെ ഒരു കേക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ രാജ്ബി ഷെട്ടി, ഇത്ര ആൾക്കാർ മെയിൻ 3 വില്ലന്മാരൊക്കെയാണ് നമ്മളതിനകത്ത് മെയിൻ കാണാൻ പറ്റുന്നത്. പക്ഷേ അങ്ങോട്ട് എന്താണ് സംഭവം എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ പടം കണ്ട അഭിപ്രായം പറയാം. ഇത്രയൊക്കെയാണ് ടർബോൻ്റെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.